വയനാട്ടിൽ വീണ്ടും കടുവ ആക്രമണം. കുറുക്കൻമൂല കാവേരിപ്പൊയിലിൽ ഇറങ്ങിയ കടുവ വളർത്തുനായയെ പിടികൂടി. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. കാവേരിപ്പൊയിൽ സ്വദേശി രാജുവിന്റെ വളർത്തുനായയാണ് ആക്രമണത്തിനിരയായത്. വനംവകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി. എന്നാൽ സ്ഥലത്ത് കണ്ടത് കടുവയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കണ്ടത് കടുവയെ തന്നെയാണെന്നും താനും ഭാര്യയും നേരിട്ട് കണ്ടതാണെന്നും രാജു പ്രതികരിച്ചു. സ്ഥലത്ത് വന്യജീവികൾ ഇറങ്ങുന്നത് സ്ഥിരം സംഭവമാണെന്നും നാട്ടുകാർ പ്രതികരിച്ചു. കയറിയെന്ന് വെച്ച് കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ പട്ടി വന്ന് കടിക്കുന്നതെന്ന് ഓർത്തിട്ട് ടോർച്ച് എടുക്കാണ്ട് വീടിൻ്റെ മുന്നിലേക്ക് ഓടി. അപ്പോൾ എൻ്റെ ചെറിയ മോൻ പറഞ്ഞ അവിടെ അല്ല വെച്ച് കേട്ട വീടിൻ്റെ പുറയുന്നാന്ന് പറഞ്ഞു. അപ്പോൾ പെണ്ണുങ്ങൾ ടോർച്ച് എടുത്ത് ഇവിടെ വന്ന് അടിച്ച് നോക്കുമ്പോൾ സംഭവം ഇവിടുന്ന് കണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് കടുവ ഇവിടെ നിൽക്കുന്നു, ഓടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടെ വരുമ്പോൾ ഈ ഇല്ലിൻ്റെ മറവത്ത് കടന്നു പോയി. എനിക്ക് ആ ഭാഗം മാത്രം കുറച്ചേ കാണാൻ പറ്റുള്ളൂ, പിന്നെ കാണാൻ പറ്റില്ല. പക്ഷേ ഈ പ്രദേശത്ത് മൊത്തത്തിൽ കടുവാശല്യം രൂക്ഷമായിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് ഈ ചുറ്റുവട്ടത്തെല്ലാം കടുവ നടന്നതായിട്ടും വാട്സപ്പുകളിലെല്ലാം മെസ്സേജ് വരുന്നുണ്ട്. കണ്ടവരുണ്ട്, കടുവയെ കണ്ടവരുണ്ട്. 100% കർഷകർ മാത്രം തിങ്ങി പാർക്കുന്ന ഒരു ആദിവാസി മേഖലയും കുടിയേറ്റ കർഷകർ മാത്രമുള്ള ഒരു പ്രദേശമാണ് ഇവിടെ. ആനശല്യം ഞങ്ങൾക്ക് പൊതുവെ കുറവാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശല്യമുള്ളത് മാന്, മയില്, കടുവ, കുരങ്ങ് ഇവയാണ് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവ കാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് മാൻ നാട്ടിലേക്ക് ഇറങ്ങുവാണ്. മാൻ ഫുള്ള്, അതായത് നെല്ല്, പുല്ല്, എല്ലാ സാധനവും മാൻ തിന്ന് നശിപ്പിച്ച് ഞങ്ങൾക്കൊരു കൃഷി എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇടുക്കി വാളാടി എസ്റ്റേറ്റിൽ മേയാൻ വിട്ട ആടിനെ പുലി പിടിച്ചു. സുബ്രഹ്മണ്യൻ എന്ന ആളുടെ ആടിനെയാണ് പുലി ആക്രമിച്ചു കൊന്നത്. പ്രദേശത്ത് വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചു. സുബിൻ തോമസ് ചേരുന്ന വിവരങ്ങളുമായി. സുബിൻ, ഈ മേയാൻ വിട്ട ആടിനെ പുലി പിടിച്ചു, പുലിയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? പുലി എന്നൊരു സ്ഥിരീകരണമാണ് വനംവകുപ്പ് നൽകുന്നത്. ഈ കാൽപ്പാടുകളടക്കം പരിശോധിച്ച ശേഷമാണ് പുലി എന്നൊരു നിഗമനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. അതേസമയം ഈ മേഖല കേന്ദ്രീകരിച്ച് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ഈ പരുന്തുപാറ മേഖലയിലെ കടുവയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഏകദേശം ഇതിനോട് ചുറ്റപ്പെട്ട ഒരു പ്രദേശം തന്നെയാണ്. കിലോമീറ്ററുകൾ മാത്രം വ്യത്യാസമുള്ള ഒരു പ്രദേശമാണ് ഈ വാളാടി പ്രദേശം. അതുകൊണ്ട് തന്നെ ഈ കടുവയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് കടുവയാണ് ആ പ്രദേശത്ത് എത്തിയത് എന്നുള്ളൊരു സംശയവും നാട്ടുകാർക്കുണ്ട്. എന്നാലും വനംവകുപ്പ് അത് പുലി തന്നെ എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ ആടിനെ പുലി പിടിച്ച നിലയിൽ കാണുന്നത്. മേയാൻ വിട്ട ആടായിരുന്നു. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആളുടെ ഏതാനും ആടുകൾ ഇത്തരത്തിൽ ഈ ഒരു തോട്ടമാണ്, അതായത് തേയിലത്തോട്ടമാണ്, ഈ തേയിലത്തോട്ടത്തിൽ അഴിച്ചുവിട്ടിരുന്നതാണ്. ഈ സമീപത്തെ പുൽമേടുകളിലാണ്, പുല്ല് നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്താണ് ഈ ആടുകൾ ഉണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ നിന്നാണ് ഒരു ആടിനെ ഈ ഒരു വന്യമൃഗം പിടിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഏകദേശ സ്ഥിരീകരണത്തിലേക്ക് എത്തി എന്നുള്ളത് കൊണ്ട് തന്നെ വനംവകുപ്പ് നിലയിൽ അവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്യാമറ സ്ഥാപിച്ച നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, ശരി സുബിൻ.